ആലപ്പുഴ ചാരുംമൂട്ടിലെ കർഷകൻ പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. പന്നിക്കടിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റുള്ള മരണമായി മാത്രം ഇതിനെ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. പന്നിയിറച്ചി മാഫിയയ്ക്ക് പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള തലത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണം എന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. അതിനിടെ പ്രതിയെ സംരക്ഷിക്കുകയാണെന്ന തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ഉയരുന്നുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിയിൽ പോര് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് ഡിവൈഎസ്പി തന്നെ നേരിട്ടിറങ്ങണം എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുകയുമാണ്. പന്നിയെ തുരത്താനെന്ന പേരിൽ വെച്ച വൈദ്യുത കെണി ശിവൻകുട്ടി കെ പിള്ളയുടെയും ജീവനെടുത്തപ്പോൾ ഈ മരണത്തിലും ചില ദുരൂഹതകൾ ഉയരുകയാണ്. കൃഷി മറയാക്കി ഈ പ്രദേശത്തും ചില പന്നിയിറച്ചി മാഫിയകൾ സജീവമെന്ന സൂചനയിലേക്കാണത് വിരൽ ചൂണ്ടുന്നത്. താമരക്കുളം പഞ്ചായത്തിലെ മികച്ച കർഷകനായിരുന്ന ശിവൻകുട്ടിപ്പിള്ള ഈ നാടിന് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നതിന്റെ ഉദാഹരണമായിരുന്നു ആ വീട്ടിലെ 3 നാളിലെ ജനബാഹുല്യം. പരസഹായമില്ലാതെ എഴുന്നേറ്റിരിക്കാൻ കൂടി കഴിയാത്ത ഭാര്യ ശോഭനകുമാരിയുടെ കരച്ചിൽ കണ്ടുനിന്നവരെ പോലും കരയിച്ചു. ഈ കണ്ണീർ വേദനയ്ക്കപ്പുറം ഒരു നാടിന്റെയാകെ പ്രതിഷേധമായി പരുവപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമം കൂടുതൽ കർശനമാക്കുന്നതാണ് കർഷകരെ വലയ്ക്കുന്നതെന്നും താമരക്കുളത്ത് പഞ്ചായത്തിന് വീഴ്ച പറ്റിയെന്നും ശിവൻകുട്ടിപ്പിള്ളയുടെ വീട് സന്ദർശിച്ച മാവേലിക്കര MLA MS അരുൺകുമാർ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലയിൽ ആ നിയമത്തിനൊരു ചെറിയ ഇളവ് ആ നിലയിൽ പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിനെ അധികാരപ്പെടുത്തിക്കൊണ്ട് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പരമാവധി പരിഹരിക്കാൻ കഴിയും. BJP നടത്തുന്ന പ്രതിഷേധങ്ങളെയും MLA വിമർശിക്കുന്നു. അത് കേന്ദ്രത്തിനെതിരായി സംസാരിക്കാനുള്ള ആർജവം കൂടി ഇത്തരം ഹർത്താലുകൾ ചെയ്യുന്നവർ രാഷ്ട്രീയപ്രേരിതമായി ചില ആളുകളുടെ കണ്ണിൽ പൊണിയിടുന്നതിനായി ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന പ്രവർത്തനം ശരിയല്ല എന്നുള്ളത് പ്രത്യേകമായി കാണണം. വേട്ടക്കാരന്റെ തോളിൽ കൈയിടുന്നത് കോൺഗ്രസ് എന്നും കൃഷി മറയാക്കുന്ന പന്നിയിറച്ചി മാഫിയയുടെ ഇരയാണ് ശിവൻകുട്ടിപ്പിള്ളയെന്നും BJP. കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് സ്ഥിരമായി ഇത്തരത്തിൽ കെണി വെച്ച് പന്നിയെ പിടിക്കാറുണ്ട്. ആ ഇറച്ചി മാഫിയയുടെ പങ്ക് പറ്റുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണകൂടം. അതുകൊണ്ടാണ് അവർ മൗനാനുവാദം കൊടുത്തിരിക്കുന്നത്. കൃഷിമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ ഈ കർഷക മരണങ്ങൾ സർക്കാരിന്റെ വീഴ്ചയെന്നും BJP നേതാക്കൾ. കേരളം ഒട്ടക്കം നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയുടെ വാർഡിൽ ഒരു മൂട് ചീനി പോലും നടാൻ കഴിയാത്ത രീതിയിൽ കർഷകർ ദുരിതം അനുഭവിക്കുകയാണ്. ആ കർഷകരുടെ ദുരിതത്തിൻ്റെ മറ്റൊരു തലമാണ് 2 ജീവനുകൾ ഈ നാട്ടിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പന്നിശല്യത്തിനെതിരെ പഞ്ചായത്ത് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ സർക്കാരുകൾ വീഴ്ച വരുത്തുകയാണെന്ന് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു. അതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയാണ് കേസിൽ പ്രതി ചേർക്കേണ്ടതെന്നും പ്രസിഡന്റ്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ നീതി കിട്ടിയില്ല. പ്രതിയായ ജോൺസൺ വൈദ്യുതി വേലി സ്ഥാപിച്ചത് പഞ്ചായത്ത് മെമ്പറുടെ ഒത്താശയോടെയെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തുന്നു. ആ 2-3 വാർഡിൽ, പ്രത്യേകിച്ച് 9-10 വാർഡുകളിൽ ധാരാളം പേര് ഇത്തരത്തിൽ ഇലക്ട്രിക് കെണികൾ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് പലരുടെയും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള നേതൃത്വ നിരയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. എന്നാൽ പ്രസിഡന്റിന് വാർഡ് മെമ്പർ ബിന്ദു നൽകുന്ന മറുപടി ഇങ്ങനെ. പ്രസിഡന്റിന്റെ ഉറ്റ സുഹൃത്താണ്, കോൺഗ്രസ് പ്രവർത്തകനുമാണ് അദ്ദേഹം. അപ്പം താമരക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കെണി ഒരുക്കിയിരിക്കുന്നതാണ് ഞാൻ ബലമായി തന്നെ സംശയിക്കുന്നു. ശിവൻകുട്ടിപ്പിള്ളയുടെ മരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പും വശം ചേർന്നങ്ങനെ പോകുമ്പോൾ കുടുംബത്തിന് നീതി ലഭിക്കാൻ സമഗ്ര അന്വേഷണത്തിലാണ് പോലീസ്. നിയമപരമായിട്ട് ഈ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തല്ലെങ്കിൽ ഒരു മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള പ്രതിയായ ഈ ജോൺസനെ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് നരകത്തിക്ക് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് സെക്ഷൻ ആൾട്ടർ ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് സ്ഥലം പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങി ഇലക്ട്രിസിറ്റി ആക്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 8 മാസങ്ങൾക്ക് മുമ്പ് സമീപ പഞ്ചായത്തിൽ രാഹുൽ എന്ന 32കാരനും സമാന രീതിയിൽ മരണപ്പെട്ടിരുന്നു. ഈ മരണത്തിലും പന്നിയിറച്ചി മാഫിയയ്ക്ക് പങ്കുള്ളതായി രാഹുലിന്റെ രക്ഷിതാക്കൾ പറയുന്നു. രാവിയാള് സ്വയമായിട്ട് വെച്ച കാര്യമായത് ഗോവൻ എന്ന് പറഞ്ഞാൽ അയാൾ കൃഷിക്ക് വേണ്ടി വെച്ചാന്ന് അയാൾ പറയുന്നത്. പന്നിക്കണിയിൽ ഇനിയൊരു മനുഷ്യജീവനും പൊലിഞ്ഞു തീരാതിരിക്കണം. പിന്നിൽ പന്നിയിറച്ചി മാഫിയെങ്കിൽ കണ്ടെത്തണം, മാതൃകാപരമായി ശിക്ഷിക്കണം. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ.
അപ്പോൾ ഈ പന്നിക്കണിയിൽ നിന്നുള്ള ഷോക്കേറ്റുള്ള മരണം അത് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. നമ്മൾ മലപ്പുറത്ത് നിലമ്പൂരിൽ കണ്ടതാണ്, ആലപ്പുഴയിൽ ഇത് പിന്നാലെ കണ്ടു. അങ്ങനെ അതിനൊരു ശാശ്വതമായ പരിഹാരം എന്താണ്? അതിന് പിന്നിലുള്ള ഇത്തരം മാഫിയകളുടെയൊക്കെ പങ്കാളിത്തം അതുണ്ടോ? അതൊക്കെ പുറത്തു വരേണ്ടതാണ്. കൃത്യമായ അന്വേഷണം ആ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ വളരെ വളരെ സീരിയസ് ആയി തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ആ വിഷയത്തിൽ കഴമ്പുണ്ട്.